Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് പങ്കാജാട് കാണിക്കുകയാണ്. അവിടെയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ ഡോക്ടർ വേഗോഫ് പങ്കിന്റെ സഹായം അതങ്ങനെ യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. വോയിഡ് സെഞ്ചുറിയെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് ഇപ്പോൾ ഡോക്ടർ വേഗോഫ് പങ്കിനെ കാണാൻ അവിടേക്ക് വരുന്നതും അദ്ദേഹത്തോട് ചില സഹായങ്ങൾ യാചിക്കുന്നത്. റിക്വസ്റ്റ് ചെയ്യുന്നത് മറ്റാരുമല്ല, വോഹാറ ഐലാൻഡിലുണ്ടായിരുന്ന ആ ഒരു ക്ലോവർ. അദ്ദേഹമാണ് ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ആക്ച്വലി ഡോക്ടർ വേഗോഫ് പങ്കും ക്ലോവറും അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു. ആക്ച്വലി ഈ ലോകത്ത് ഒരുപാട് ആർക്കിയോളജിസ്റ്റുകൾ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായം കിട്ടണമെങ്കിൽ എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിവുള്ള ആളുടെ സഹായം അദ്ദേഹത്തിന് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് തന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഡോക്ടർ വേഗോഫ് പങ്കിനോട് ആ സഹായം അഭ്യർത്ഥിച്ച് അദ്ദേഹം അവിടേക്ക് വന്നത്. ഓവറാണെങ്കിൽ ഡോക്ടർ വേഗോഫ് പങ്കിന് അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ഡിസ്കസ് ചെയ്ത് ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷേ ഡോക്ടർ വേഗോഫ് പങ്ക് ആണെങ്കിൽ ഇപ്പോൾ റീസെന്റ് ആയി ഗവൺമെന്റിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സഹായം അദ്ദേഹത്തിന് ചെയ്യാനായിട്ട് കഴിയില്ല. ഡോക്ടർ വേഗോഫ് പങ്ക് തീർത്തു പറയും, ക്ലോവർ, നമ്മൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. പക്ഷേ ഇപ്പൊ ഞാൻ ഗവൺമെന്റിന്റെ എംപ്ലോയി ആണ്. എനിക്ക് നിനക്ക് വേണ്ടി ഇത് ചെയ്തു തരാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല ഗവൺമെന്റിന്റെ കണ്ണ് മുഴുവൻ ഇപ്പൊ നിന്നിലാണ്. നീ ചെയ്യുന്ന പല റിസർച്ചുകളും അത് ഗവൺമെന്റിന്റെ എതിരാണെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. സോ ഏത് നിമിഷവും നിന്നിലേക്ക് അവരെത്തും. ഇതുവരെ ആയിട്ടും നിന്നെക്കുറിച്ചുള്ള ഒരു പൂർണ്ണ രൂപം അത് ഗവൺമെന്റിന് കിട്ടിയിട്ടില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നിന്നെ വെറുതെ വിടില്ല. മാത്രമല്ല നീ ഇത്രയും ജീനിയസ് ആയിട്ടുള്ള ഒരു ആർക്കിയോളജിസ്റ്റ് ആണ്. ഈ ലോകത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഇപ്പോഴും നിന്നെ ഒന്നും ചെയ്യാത്തത്. വേൾഡ് സെഞ്ചുറിയിൽ നടന്ന ആ ഒരു കാര്യങ്ങൾ അത് നീ അറിയാൻ ശ്രമിക്കരുത്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നീ റിസർച്ച് നടത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗവൺമെന്റ് നിന്നെ വെറുതെ വിടില്ല. കാര്യങ്ങളെല്ലാം കേട്ട് ഇപ്പൊ ക്ലോവർ ആണെങ്കിൽ വേഗോഫ് പങ്കിനോട് പറയും, സത്യത്തിൽ ഞാനൊരു വലിയ ഹെൽപ്പിന് വേണ്ടിയാണ് നിന്റെ അടുത്തേക്ക് വന്നത്. ആക്ച്വലി നേവിക്കാര് നെയിമിൽ ഡി ലെറ്റർ ഉള്ളവരെ ഒന്നൊന്നായിട്ട് കൊന്നു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ ബ്രദറിനെയും നെയിമിൽ ഡി ലെറ്റർ ഉണ്ടെന്ന് പറഞ്ഞ് അവർ കൊന്നു കളഞ്ഞു. അത് കേട്ട് ഡോക്ടർ വേഗോഫ് പങ്ക് ഞെട്ടും. ഡോക്ടർ ആണെങ്കിൽ അവനോട് ചോദിക്കും, നിന്റെ യഥാർത്ഥ പേരും ക്ലൗഡി ക്ലോവർ എന്നല്ലേ, പിന്നെ എന്തുകൊണ്ട് നിന്നെ വെറുതെ വിട്ടു? അതിനാൾ പറയും, എന്റെ ബ്രദറിനെ കൊല്ലുന്ന സമയത്ത് ഞാനും അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്റെ പേര് ചോദിച്ച സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ആണെന്ന് കള്ളം പറഞ്ഞ് ഒരു കള്ള പേരുമായിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു വന്നു. എനിക്ക് ഇതിന്റെ സഹായം അതിപ്പോ ആവശ്യമാണ്. ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് എല്ലാം തന്നെ അവർ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ പേരുള്ളവരെയും അവരൊന്നൊന്നായി കൊന്നു തീർക്കുന്നു. ഇതിന്റെ എല്ലാം കാരണം എനിക്കറിയണം. അവരാണെങ്കിൽ ഇപ്പൊ റിക്വസ്റ്റ് ചെയ്യും, ഈ ഒരു കാര്യത്തിന് വേണ്ടി ഡോക്ടർ വേഗോഫ് പങ്ക് നീ എന്നെ സഹായിച്ചേ പറ്റൂ. അത്രയും നേരവും കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഡോക്ടർ ആണെങ്കിൽ മറ്റൊന്നും ചിന്തിക്കാതെ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഈ കാര്യങ്ങളൊന്നും ഞാൻ നിന്നെ സഹായിക്കില്ല. നമ്മളിപ്പോ സംസാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ നീ മറന്നു കളഞ്ഞേക്കെന്ന് പറഞ്ഞ് അങ്ങനെ കടന്നു പോകും. അത് കേട്ട് ബ്ലോവർ ആണെങ്കിൽ വിളിച്ചു പറയും, നീ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല എങ്കിലും എനിക്ക് കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഈ സത്യങ്ങളെല്ലാം ഞാൻ തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിക്കും. വോയിഡ് സെഞ്ചുറിയിൽ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ കണ്ടുപിടിച്ച് ഇതേ സ്ഥലത്ത് വെച്ച് നിന്നോട് ഞാൻ അതെല്ലാം പറഞ്ഞിരുന്നു പറഞ്ഞ് അവൻ കടന്നു പോകും. പക്ഷെ അദ്ദേഹത്തിനാണെങ്കിൽ അത് കണ്ടെത്താനായിട്ട് കഴിയില്ല. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ 22 വർഷത്തിന് ശേഷം കാണിക്കുകയാണ്. ഹസാർഡില് ഇപ്പൊ ഡ്രാഗൺ വലുതായിരിക്കുകയാണ്. അതങ്ങനെ സ്കൈയിലൂടെ ഹായ് ആയിട്ട് നടക്കുമ്പോഴായിരിക്കും സ്ഥലൻ സീസർ ആണെങ്കിൽ ഭയങ്കര സന്തോഷം. അവനാണെങ്കിൽ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടുകയാണ്. അവൻ ആ ഒരു സംഭവം അത് നേരിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കും. ഗവൺമെന്റ് ചെയ്തത് ശരിക്കും ഒരു അടിപൊളി കാര്യം തന്നെയാണ്. ഒരു കാരണവശാലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആരും റിസർച്ച് ചെയ്യാനായിട്ട് പാടില്ല. വോയിഡ് സെഞ്ചുറിയെ കുറിച്ചുള്ള സീക്രട്ട് അതാരും അറിയാൻ ശ്രമിക്കരുത്. ഗവൺമെന്റ് കൊടുക്കുന്നത് ഒരു കറക്റ്റ് പണിഷ്മെന്റ് തന്നെയാണ്. ഇങ്ങനെ തന്നെ അവർക്ക് വരണമെന്ന് പറഞ്ഞ് അവ ഹാപ്പി ആയിട്ടിരിക്കും. ഇവിടെ ഡോക്ടർ വേഗോഫ് പങ്കിനാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേട്ട് ഒരുപാട് ടെൻഷൻ തോന്നുകയാണ്. ഡോക്ടർ വേഗോഫ് പങ്കിനാണെങ്കിൽ ഇപ്പോ അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് ഓർത്ത് ഒരുപാട് ദുഃഖം തോന്നും. അല്പസമയത്തിനുള്ളിൽ തന്നെ ആ ഒരു ദുഃഖവാർത്ത അദ്ദേഹത്തെ തേടിയെത്തും. വോഹാറ ഐലാൻഡ് മുഴുവനായിട്ടും ബസ്റ്റർ കോളിനാൽ നശിപ്പിക്കപ്പെട്ടു. ഒരേ ഒരു പെൺകുട്ടി മാത്രമാണ് രക്ഷപ്പെട്ടു പോയത്. അവളെയും ഇപ്പൊ വാണ്ടഡ് ലിസ്റ്റിൽ ചേർത്തിരിക്കുകയാണ്. ഡോക്ടർ വേഗോഫ് പങ്ക് ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അദ്ദേഹത്തിന്റെ ഫ്രണ്ടിന്റെ ആ ഒരു കബറിടത്തിലേക്ക് കടന്നു വരികയാണ്. പൂക്കളുമായിട്ട് അവിടേക്ക് എത്തിയ അദ്ദേഹം തിരിച്ചറിയും, ആക്ച്വലി അവർക്ക് രക്ഷപ്പെടാനായിട്ട് സമയം ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഇത്രയും വർഷക്കാലവും കഷ്ടപ്പെട്ട് ശേഖരിച്ച ബുക്സും തെളിവുകളും എല്ലാം തന്നെ സേഫ് ആക്കി വെക്കാനാണ് അവർ അവരുടെ ലൈഫ് പോലും സാക്രിഫൈസ് ചെയ്തത്. അതെല്ലാം തന്നെ അവർ ആ നദിയിലേക്ക് ഇട്ടിരുന്നു. തകർന്ന വേദനയിൽ ഡോക്ടർ വേഗോഫ് പങ്ക് ആണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, ഈ ഡോക്യുമെന്റ്സ് ഇതൊക്കെ സേവ് ചെയ്യാനാണോ നീ നിന്റെ ജീവൻ അത് വെടിഞ്ഞത്? എനിക്കറിയാം നിങ്ങളുടെ ജീവനെ കഴിഞ്ഞ് വിലമതിക്കുന്നതാണ് ഈ ഡോക്യുമെന്റ്സ്. പക്ഷെ നിന്റെ വേർപാട് അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ആ പൂക്കൾ അവിടേക്ക് വെച്ച് ഇപ്പൊ അദ്ദേഹം അവിടുന്ന് മടങ്ങിപ്പോകും. ഇത് പ്രസന്റ് കാണിക്കും. ബ്രോഡ്കാസ്റ്റിൽ ഡോക്ടർ വേഗോഫ് പങ്ക് ആണെങ്കിൽ ആളുടെ സംഭാഷണം അതങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ക്ലോവർ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ അദ്ദേഹം തുറന്നു പറയും. ലോകത്തിന് തന്നെ ഹിസ്റ്ററി അത് കടലിനടിയിൽ മൂടി വെച്ചിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് മുഴുവനായിട്ടും പുറത്തേക്ക് വരും. അപ്പോൾ വേൾഡ് ഗവൺമെന്റ് ഈ ലോകത്തിന് മുൻപിൽ മുട്ടുകുത്തും. ഇതിനു മുൻപ് ഒരുപാട് പേര്
പേര് ഈ സത്യം തുറന്നു പറയാനായിട്ട് ശ്രമിച്ച് അവരുടെ ജീവൻ തന്നെ വെടിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ ബ്രോഡ്കാസ്റ്റിലൂടെ എന്റെ ജീവൻ കൊടുത്തുകൊണ്ട് ഞാൻ ശ്രമിക്കുന്നതും അതിന് തന്നെയാണ്. ആ സത്യം അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ബ്രോഡ്കാസ്റ്റ് അതിപ്പോ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിരിക്കുന്നത്. റോബിൻ ആണെങ്കിൽ ഇപ്പൊ ആ ബ്രോഡ്കാസ്റ്റിൽ ഡോക്ടർ വേഗോഫങ്ങിന്റെ വാക്കുകൾ കേട്ട് കരയാണ്. കാരണം വോഹർ ഐലാൻഡിലെ ആ ഒരു ബസ്റ്റർ കോളിന്റെ സമയത്താണ് അവൾ ആദ്യമായിട്ടും അവസാനമായിട്ടും അവളുടെ അമ്മയെ കണ്ടത്. അവളുടെ തൊട്ട് മുൻപിൽ വെച്ചാണ് അവളുടെ അമ്മ മരണപ്പെട്ടു പോയത്. അവൾ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് വിഷമിച്ചിരിക്കും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ആൾക്കാരെ കാണിക്കും. അവർക്കാണെങ്കിൽ ഇച്ചർ പവർ ഉപയോഗിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് കഴിയും. പക്ഷെ അവരുടെ മുൻപിൽ ആ കുതിര മോൺസ്റ്റർ ഉണ്ട്. ബൂസ്റ്റർ ഉപയോഗിച്ചാൽ തന്നെ 1 കിലോമീറ്റർ ദൂരേക്ക് മാത്രമേ അവർക്ക് ഫ്ലൈ ചെയ്ത് പോകാനായിട്ട് കഴിയൂ. ആദ്യം ആ ഒരു എൽഡറിനെ എന്തെങ്കിലും ചെയ്യണം. അതിനുശേഷം മാത്രമേ അവർക്ക് അവിടുന്ന് പോകാനായിട്ട് കഴിയൂ. അവരത് ചിന്തിച്ചേക്കുന്ന സമയം അറ്റ്ലസ് ആണെങ്കിൽ പറന്നു വന്ന് ഇതിന്റെ തലയിൽ ആഞ്ഞടിച്ച് അവനെ താഴേക്ക് ഇടുകയാണ്. അതുകൊണ്ട് നമ്മുടെ ആൾക്കാർ എല്ലാവരും ഞെട്ടും. കട്ട് ചെയ്ത ഇവിടെ ജയന്റ് റോബോട്ടിനെ കാണിക്കും. അതാണെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിൽ ആ ഒരു പുഴു മോൺസ്റ്ററിനെ അട്ടിച്ച് തെറിപ്പിച്ചിരിക്കുകയാണ്. അത് ലൂഫിയുടെ അടുത്തേക്ക് വന്ന് ലൂഫിയോട് പറയും, ജോയ് ബോയ് ഇപ്രകാരം വീണ്ടും എനിക്ക് കാണാൻ സാധിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ലൂഫിക്കാണെങ്കിൽ അവൻ എന്താ പറയണമെന്ന് മനസ്സിലാവില്ല. കൺഫ്യൂസ്ഡ് ആയി അവനെ തന്നെ നോക്കും. ഇനി എന്നോടാണോ അതോ പുറകിൽ ആരോടെങ്കിലും ആണോ ഇവനത് പറയുന്നതെന്ന് അറിയാനായിട്ട് അവൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കും. അതിന് ആ റോബോട്ട് പറയും, ഞാൻ നിന്നോട് തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷെ ഇപ്പൊ സംസാരിച്ചൊക്കെ സമയമില്ല. നിന്റെ ശത്രുക്കൾ എന്റെ ശത്രുക്കളാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ലൂഫിക്കാണെങ്കിൽ ആ റോബോട്ടിനെ ഒരുപാട് ഇഷ്ടമായി. അതേസമയം ആ എൽഡേഴ്സ് ആണെങ്കിൽ മനസ്സിൽ ഉറപ്പിക്കും, ഡോക്ടർ വേഗോഫങ്ങിന്റെ ആ ഒരു ബ്രോഡ്കാസ്റ്റ് അത് നിർത്തണമെങ്കിൽ ഈ റോബോട്ടിനെ പീസായി നശിപ്പിച്ച് കളയണം. എന്നാൽ മാത്രമേ അവർക്കത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കഴിയൂ. അവരാണെങ്കിൽ അതിനുള്ള ശ്രമം അത് ആരംഭിക്കാനായിട്ട് തുടങ്ങും. ഇവിടെ ജയന്റ് റോബോട്ട് ആണെങ്കിൽ തീർത്ത് പറയും, ഒരു കാരണവശാലും ബോയ്ക്ക് എന്തെങ്കിലും സംഭവിക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല. ഞാൻ എൻ്റെ മാക്സിമം കൊടുത്ത് ആ വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യും. ആ ഗ്യാപ്പിൽ ജയൻസ് ആണെങ്കിൽ കപ്പലെടുത്ത് അവിടുന്ന് പോകാനായിട്ട് തുടങ്ങും. ഡ്രോഹി ആണെങ്കിൽ ഇപ്പോൾ ലൂഫിയോട് ചോദിക്കും, ആക്ച്വലി ആ ഒരു വലിയ റോബോട്ട് നമുക്ക് അനുകൂലമായിട്ടാണോ ഫൈറ്റ് ചെയ്യണേ? ലൂഫി ആണെങ്കിൽ അവനോട് പറയും, അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഏതോ ഒരു ജോയ് ബോയെ കുറിച്ചാണ് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കും റോയ്ക്കും ആണെങ്കിൽ അത് കേട്ട് ഭയങ്കര അത്ഭുതം. കാരണം അവർക്ക് ആർക്കും ആ റോബോട്ട് സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് കഴിയുന്നില്ല. അതാകെ സാധിക്കുന്നത് ലൂഫിക്ക് മാത്രമാണ്. കപ്പലിലുള്ള ജയൻസ് ആണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കും. ഉടനെ നേവി എൽഡേഴ്സ് ആണെങ്കിൽ റൗണ്ട് ചെയ്ത് അവർ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവിടെ വീണ്ടും ഡോക്ടർ വേഗോഫങ്ങിന്റെ ആ ബ്രോഡ്കാസ്റ്റ് കാണിക്കും. ഡോക്ടർ ആണെങ്കിൽ വീണ്ടും പറയും, അന്ന് നടന്ന ആ സംഭവങ്ങൾ, ആ സീക്രട്ട് അതൊക്കെ അറിയണമെങ്കിൽ മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവിൽ നിന്ന് നിങ്ങളത് കാണണം, അറിയണം. ഇതാ വീണ്ടും ആ റോബോട്ടിനെ കാണിക്കും. റോബോട്ട് ആണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവുന്ന അതേ സമയം തന്നെ ആ പുഴു മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ അവന്റെ നേർക്ക് വരും. ഇവിടെ ആ അയൺ ജയന്റ് റോബോട്ട് ആണെങ്കിൽ കൈ ചുരുട്ടി ആ പുഴു മോൺസ്റ്ററിനെ പഞ്ച് ചെയ്യാൻ തയ്യാറാവും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അതെല്ലാം കണ്ട് ഭയങ്കര ആവേശം. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. അതാണെങ്കിൽ വർഷങ്ങളായിട്ട് പഴക്കമുള്ള ഒരു റോബോട്ടാണ്. അതിന്റെ പല ഭാഗത്തും തുരുമ്പ് പിടിച്ചുകൊണ്ട് തന്നെ അതിന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ കഴിയില്ല. ആ പുഴു മോൺസ്റ്റർ ആണെങ്കിൽ ഇതിന്റെ ജയന്റ് സൈസ് ഉപയോഗിച്ച് ഇപ്പൊ ആ റോബോട്ടിനെ കടിച്ചു വലിക്കും. ഉടനെ സാറ്റർൺ ആണെങ്കിൽ ആ പുഴു മോൺസ്റ്ററോട് പറയും, ഇവന്റെ കാര്യം നീ നോക്ക്, എനിക്ക് എത്രയും വേഗം ആ ജയൻസിന്റെ കപ്പലിലേക്ക് പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ എടുത്തു ചാടി കപ്പലിലേക്ക് വരും. അവനാണെങ്കിൽ ബോണിയെ നോക്കി പറയും, നിന്നെയും കോമയെയും നിങ്ങളെ രണ്ടുപേരെയും ഒരു കാരണവശാലും ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് അനുവദിക്കില്ല എന്ന് തീർത്ത് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.